ഈശോമിശിഹായില് സ്നേഹം നിറഞ്ഞവരെ, മറ്റൊരു മംഗളവാർത്ത കാലത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രിസ്മസിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും, കാത്തിരിപ്പും, ക്രിസ്മസിന് ലഭിക്കേണ്ട എല്ലാ സമ്മാനങ്ങളും, ക്രിസ്മസിൽ നമ്മൾ ആഹ്ലാദിച്ചുല്ലസിക്കേണ്ട എല്ലാത്തിനെയും ഓർത്ത് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു സമയം. ഈ ഒരു മംഗളവാർത്ത കാലം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടുവന്ന് തുടങ്ങിയാലോ. നമ്മളെപ്പോഴും സമ്മാനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരാൾ നമുക്ക് സമ്മാനം തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും. കാരണം അയാൾ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ആ സമ്മാനം എത്ര ഗ്രാൻഡ് ആണോ, ആ സമ്മാനം എത്രമാത്രം വിലപിടിപ്പുള്ളതാണോ, അത്രമാത്രം അയാൾക്ക് നമ്മോട് സ്നേഹമുണ്ടെന്നും അയാൾ എത്രമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടാണ്, കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സമ്മാനം നമുക്ക് തന്നതെന്ന് നമുക്ക് മനസ്സിലാവും. വില കൂടിയ സമ്മാനം തരുമ്പോൾ, വില എന്നുള്ളത് കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം മാത്രമല്ലല്ലോ. ഒരാള് ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടി നൽകാൻ തയ്യാറാകുന്നത് എത്രമാത്രമാണോ, അതൊരു പക്ഷേ സമയമാകാം, ആരോഗ്യമാകാം, എന്തും ആയിക്കൊള്ളട്ടെ. എന്തൊക്കെയോ തനിക്ക് പ്രിയപ്പെട്ടത് കൊടുത്ത് ഈ ഒരു സംഭവം കൈക്കലാക്കി അത് എനിക്ക് വേണ്ടി ഒരാൾ കൊണ്ടുതരുമ്പോൾ ആ വ്യക്തിക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം അത് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ഈ ക്രിസ്മസിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ ഒരു മംഗളവാർത്ത കാലത്തിന്റെ ഒരുക്കത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ആ വലിയ സമ്മാനം, യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നില്ലേ? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന അവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നെ തന്നുകൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിച്ചത്. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. തന്റെ ഏകജാതനെ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളതിനെ തന്നെ തന്നുകൊണ്ട്, പൂർണ്ണമായിട്ട് തന്നുകൊണ്ട്, ബലിയായിട്ട് തന്നുകൊണ്ട് എന്നെ സ്നേഹിച്ച ദൈവം. ആ ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ നമ്മളും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നന്ദിയോടെ ഓർക്കണ്ടേ. എത്രമാത്രം സ്നേഹം കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു? ഇത്രയേറെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. എത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കും ഞാൻ ദൈവത്തിന്. എത്രമാത്രം അനുഗ്രഹങ്ങൾ, ചോദിച്ചതിലും അധികം, അർഹിക്കുന്നതിലും അധികം സമ്മാനങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഏറ്റവും ആത്യന്തികമായിട്ട് ഈ ക്രിസ്മസ് നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്, തന്റെ ഏകജാതനെ വരെ തന്നുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ എൻ്റെ ദൈവം തയ്യാറായി. ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നില്ലേ? സ്നേഹിക്കണ്ടേ? ആ ദൈവം എൻ്റെ ജീവൻ ഇത്രയും വിലമതിപ്പ് കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിന് എത്രമാത്രം വില കൊടുക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ജീവിതത്തെ എത്രമാത്രം നന്ദിയോടെ കാണുന്നുണ്ട്? ഇത്രയേറെ വിലപിടിപ്പോടെ ദൈവം സ്വന്തം മകനെ കൊടുത്തുകൊണ്ട് മേടിച്ചൊരു ജീവിതമാണ് എൻ്റെ ഓർക്കുമ്പോൾ ആ നന്ദിയോടെ, ഉത്തരവാദിത്വത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ആ സമ്മാനം തന്നയാളും, ദ ഗിഫ്റ്റ് ആൻഡ് ദ ഗിവർ, ഈ ഒരു ക്രിസ്മസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരുക്കത്തിന് വേണ്ട ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.